ലെബനാനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള ഇറാന്റെ നിലപാട് അവർ ആവർത്തിച്ചു. ഗോലാൻ കുന്ന് ആക്രമണവുമായി ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് ഇസ്രായേൽ ഒരുങ്ങുകയാണ് എന്നുള്ള വ്യത്യസ്ത റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു ഇറാൻ. അവർ പറഞ്ഞ കാര്യം ഇതാണ്: മിഡിൽ ഈസ്റ്റിലെ ഒരു സംഘർഷാവസ്ഥ ശക്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ലെബനാൻ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനിച്ചത്. ആ തീരുമാനം കനത്ത പ്രഹരം ഇസ്രായേലിന് തന്നെ ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും യുദ്ധഭൂമിയിൽ തങ്ങൾ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യമാണ് ലെബനാനെ ആക്രമിച്ചാൽ ഉണ്ടാവുക എന്നുള്ള നിലപാടാണ് ഇറാൻ ആവർത്തിച്ചു പറഞ്ഞത്. ഇതിന്റെ മുൻപ് ഏകദേശം ഒരു മാസത്തോളമായി ഇതേ ഒരു സാഹചര്യങ്ങൾ നിലനിന്ന സമയത്ത് ലെബനാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഗസയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ പിൻവലിച്ചുകൊണ്ട് ലെബനാന്റെ അതിർത്തി ഭാഗങ്ങൾ വിന്യസിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ഏതു നിമിഷത്തിലും ലെബനാൻ ആക്രമിക്കാൻ വേണ്ടി തങ്ങൾ തയ്യാറെടുപ്പ് നടക്കുകയാണ് എന്നുള്ള ചില നിലപാടുകളൊക്കെ അല്ലെ ചില അഭിപ്രായങ്ങളൊക്കെ ഇസ്രായേലിന്റെ IDF-ന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരികയും ചെയ്തു. അതോടനുബന്ധിച്ചാണ് ആദ്യഘട്ടത്തിൽ ഇറാൻ പറഞ്ഞത് ലെബനാൻ ആക്രമിച്ചാൽ തങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന തരത്തിൽ. എന്നാൽ പിന്നീട് അത് ശാന്തമായി അത് അവസാനിക്കുകയാണ് ഉണ്ടായത്. അതിലൊക്കെ അമേരിക്ക അടങ്ങുന്ന വലിയ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് അത്തരമൊരു സംഘർഷാവസ്ഥ തിരിച്ചടിയെ പ്രതിരോധിക്കാൻ മാത്രം ബലമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിക്കും. അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് കണക്ക് കൂട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ശക്തമായിരിക്കുന്ന ഒരു ഇടപെടൽ ഇറാൻ നടത്തുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്ത് യുദ്ധത്തിന് മറ്റൊരു രീതിയും മറ്റൊരു രൂപം പ്രാപിക്കും. അതുകൊണ്ട് ആ പ്രവൃത്തിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടത് ആദ്യം അമേരിക്ക തന്നെയാണ്. ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമത്തിന് തങ്ങൾ തയ്യാറല്ല എന്നുള്ളത് അമേരിക്കയുടെ നിലപാട് അവർ ആവർത്തിക്കുകയും ചെയ്തു. തങ്ങൾ ഇറാനുമായി ഏറ്റുമുട്ടാൻ തയ്യാറല്ലെന്നും അവരുമായി യുദ്ധത്തിനില്ലെന്നുമാണ് അമേരിക്കയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലും ഇറാനും തമ്മിലൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ അമേരിക്ക ഉണ്ടാവില്ല എന്ന അവരുടെ നിലപാട് കൃത്യമായി ബോധ്യപ്പെട്ട ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ലെബനാൻ ആക്രമണത്തിൽ നിന്ന് പതുക്കെ പിന്നോക്കം നിൽക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു ആക്രമണം ഈ ലെബനാന്റെ ഭാഗത്തുനിന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നത്. ഗോലാൻ കുന്ന് ആക്രമണമാണ്. അതിൽ 13 ആളുകൾ മരണപ്പെട്ടു. അതൊരു സ്പോർട്സ് ഗ്രൗണ്ടിലാണ് അവരുടെ മിസൈൽ വീണത്. എന്നാൽ ആ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ലെബനാനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് അല്ല പ്രവൃത്തി ചെയ്ത് സാധാരണക്കാരെ ആക്രമിക്കുന്ന രീതികളൊന്നും തങ്ങൾ ചെയ്യാറില്ല. അത് ഇസ്രായേലിന്റെ തന്നെ മിസൈലാണ്, അല്ലെങ്കിൽ അയൺ ഡോമുമായിട്ട് ബന്ധപ്പെട്ട സ്ഫോടനമാണ് നടന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ മരണപ്പെട്ടത്. കുട്ടികളെയോ സാധാരണക്കാരെയോ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു അക്രമം നടത്തുക എന്നുള്ളത് ഹിസ്ബുള്ള ഗ്രൂപ്പ് ചെയ്യാത്തതാണ്. ഇസ്രായേലിന്റെ സൈനിക ക്യാമ്പിലേക്കും സൈനിക കേന്ദ്രത്തിലേക്കുമാണ് തങ്ങൾ അക്രമം നടത്താറുള്ളത്. അതല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനവുമായി ബന്ധപ്പെട്ട ലക്ഷ്യത്തിലേക്കാണ് എന്ന തരത്തിലാണ്. അപ്പൊ സാധാരണക്കാരെ ആക്രമിക്കുക, കൊല്ലുക എന്നുള്ളത് ഇസ്രായേലിന്റെ രീതിയാണ്. അതുകൊണ്ടാണ് ഗസയിലെ കുട്ടികൾ അവർ കൂട്ടക്കൊല ചെയ്യുന്നത്. അത് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ രീതിയല്ല. അതുകൊണ്ട് തങ്ങൾ അത് ആക്രമിച്ചിട്ടില്ല എന്നാണ് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ ഗോലാൻ കുന്ന് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന അവസാനത്തെ റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ അക്രമത്തോടനുബന്ധിച്ച് ഇസ്രായേൽ വലിയ രീതിയിൽ പ്രത്യാക്രമണം നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതിനോടനുബന്ധിച്ചാണ് അമേരിക്കയിൽ പ്രചരണം നടത്തി കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആ പരിപാടി നിർത്തിവെച്ചുകൊണ്ട് രാജ്യത്തേക്ക് വരാൻ വേണ്ടി തീരുമാനിക്കുകയും രാജ്യത്തേക്ക് പുറപ്പെടുകയും ചെയ്ത വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. എന്നാൽ ഇസ്രായേലി സർക്കാരിലെ മന്ത്രിമാരിൽ തന്നെ ഈ കാര്യത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന നിലപാടുകാരാണ്. ഏതു തരത്തിലാണെങ്കിലും എന്ത് വില കൊടുത്ത് ലെബനാൻ ആക്രമിക്കണം എന്നുള്ള ഒരു രീതിയും ഒരു അഭിപ്രായങ്ങളും അവിടെ തന്നെ ഉയർന്നു വന്നു. നമ്മൾ പുറകോട്ട് നിൽക്കുന്നത് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ അകത്ത് കയറി പല ഘട്ടങ്ങളിലും ഹിസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇനിയും സാധ്യമായിരിക്കുന്ന എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ലെബനാന്റെ ഭാഗത്തുനിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കില്ല എന്ന് നമ്മൾക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം അവരെ ആക്രമിക്കാൻ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന തരത്തിൽ യഥാർത്ഥത്തിൽ മന്ത്രിസഭയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഈ കാര്യത്തിൽ ഉണ്ടായി. ചില ആളുകളും സൈനികരിലെ ചില വിഭാഗങ്ങളും ഒക്കെ ആക്രമിക്കണം എന്ന താല്പര്യമാണ്. എന്നാൽ ഇതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്തതിനാൽ യഥാർത്ഥത്തിൽ അങ്ങനെ യുദ്ധം ഇപ്പോൾ ലെബനാനുമായി
യുദ്ധവുമായിട്ട് ആവശ്യമില്ല. കാരണം ഗസയുമായിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ ഫലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ തന്നെ വേണ്ട വിധം മുന്നേറാനോ വിജയിക്കാനോ തങ്ങൾക്ക് സാധിക്കാതിരിക്കെ രണ്ടാമതൊരു രാജ്യത്തെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചേക്കുന്നത് അത്ര ഉചിതമല്ല എന്ന അഭിപ്രായം ഇതേ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് രണ്ട് അഭിപ്രായമായിട്ട് കാണുന്നത്. എന്നാൽ ഇതിനോടനുബന്ധിച്ച് ആക്രമിക്കും എന്നുള്ള പ്രധാനമന്ത്രി അടക്കം നെതന്യാഹു അടക്കമുള്ള അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ അഭിപ്രായത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് മറുപടി ആയിട്ടുണ്ടായത്. ലെബനാൻ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കും, ലെബനാൻ ഒറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല എന്ന തരത്തിൽ. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രോക്സി വിഭാഗമായി ലെബനാനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പിനെ തന്നെയാണ് അവർ കാണുന്നത്. അപ്പോ ഈ വലിയ രീതിയിലുള്ള സൈനിക സംവിധാന കാര്യങ്ങളും സൈനികപരമായിരിക്കുന്ന വലിയ പ്രാക്ടിക്കലും അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ നൽകുന്നത് ലെബനാനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പിനാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പൊ അവരുടെ ഷിയാ വിഭാഗത്തിന്റെ ഏറ്റവും ശക്തമായിരിക്കുന്ന മലീഷ്യകൾ രാജ്യത്തെ സൈനികർക്ക് തുല്യമായിരിക്കുന്ന പ്രാക്ടിക്കൽ നൽകി, കാലോചിതപരമായിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തുന്ന ആയുധങ്ങളുടെ പ്രാക്ടിക്കൽ നൽകി അതിനെ കൃത്യമായ രീതിയിൽ സൂക്ഷിക്കാനും ഉപയോഗിക്കാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ള ഗ്രൂപ്പിനാണ് നൽകിയത്. അപ്പോൾ അതുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറാനിലേക്കുള്ള നേരിട്ട പാലമായിട്ട് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവർക്ക് നേരെ എന്തെങ്കിലും ഒരു അക്രമം ഉണ്ടാവുകയും അവർക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ദുരന്തങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇറാന് വലിയ രീതിയിൽ പ്രയാസമുണ്ടാവും. ആ പ്രയാസം പരസ്യമായി തന്നെ ഇറാൻ പ്രകടിപ്പിച്ചു. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും തങ്ങൾ ലെബനാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ലെബനാനെ മോചിപ്പിക്കാൻ ആവശ്യപരമായിരിക്കുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും, അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കും. അങ്ങനെയാകുന്ന സമയത്ത് യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലാണ് ഇതിനൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. അപ്പൊ ഈ സമയത്ത് തന്നെ ലെബനാനിൽ നിന്ന് വിമാന സർവീസുകളൊക്കെ റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പല സർവീസുകളൊക്കെ റദ്ദാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര മേഖലയൊക്കെ ഈ കാര്യങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വിമാന സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്നൊക്കെ അവർ പതുക്കെ പിന്നോക്കം നിൽക്കുന്നത്. പല വിമാന സർവീസും റദ്ദാക്കാൻ വേണ്ടി തീരുമാനിച്ചത് യുദ്ധമുഖത്താണ് ലെബനാൻ ഉള്ളത് എന്ന് വ്യത്യസ്ത ലോക രാജ്യങ്ങളുടെ ഭരണാധികാരികൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നതാണ്. എന്നാൽ ലെബനാൻ ആക്രമണത്തിനോടനുബന്ധിച്ച് ഈ യുദ്ധത്തിന്റെ പാറ്റേണുകളും രീതികൾക്കും വലിയ മാറ്റങ്ങൾ വരും. അത് എല്ലാവിധ ആയുധ ശക്തികളും ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ലെബനാനെ സഹായിക്കുകയാണെങ്കിൽ അതൊരു വലിയ യുദ്ധമായിട്ട് തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനോടനുബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ തുർക്കിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഉർദുഗാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. വേണ്ടി വന്നാൽ ഇസ്രായേലിലേക്ക് തങ്ങൾ അതിക്രമിച്ച് കയറും എന്ന തരത്തിൽ. ഗസയെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിലേക്ക് കടന്നു കയറാനും തങ്ങൾ മടിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാൻ പ്രസ്താവന പുറത്തിറക്കിയത്. അത് ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇതിനെ ലോക രാഷ്ട്രങ്ങളും ഭരണാധികാരികളും കാണുന്നത്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തിയുള്ള രാജ്യം എന്ന നിലക്കും അവർ പറഞ്ഞ പ്രവർത്തികൾ അതേ രീതിയിൽ ചെയ്യുമെന്നുള്ള നിലക്കും വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളിലെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ട രാഷ്ട്രം എന്ന നിലക്ക് ഈ വിഷയത്തെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. ലിബിയയിൽ ഇതിന്റെ ഇടയ്ക്ക് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയം ഉണ്ടായ സമയത്ത് തുർക്കിയിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാക്കിയൊക്കെ ഇതിന്റെ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ തുർക്കിയുടെ പ്രസിഡന്റ് തൊയ്യിബ് ഉർദുഗാൻ ഈ വിഷയം പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇത്തത്ര വിഷയത്തിൽ ഇടപെടുകയും അതിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് പാലസ്തീൻ ഇസ്രായേൽ വിഷയങ്ങൾ കാണുന്നില്ല. വേണ്ടി വന്നാൽ പാലസ്തീന്റെ മോചനത്തിന് വേണ്ടി ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറാൻ തങ്ങൾക്ക് മടിയില്ല എന്ന തരത്തിലാണ് ഉർദുഗാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇതും വലിയ രീതിയിലുള്ള ഒരു ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തുർക്കി ഒരു ഭാഗത്തും അതോടൊപ്പം തന്നെ ഇറാനും ചേർന്ന് നിന്നുകൊണ്ട് ലെബനാനെ സഹായിക്കുകയും അതല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന്റെ പോർമുഖം തുറക്കുകയും ചെയ്താൽ അതിനെ പ്രതിരോധിക്കാനോ പിടിച്ചു നിൽക്കാനോ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ സാധിക്കില്ല. ആഭ്യന്തരപരമായും സാമ്പത്തികപരമായും ഈ രാജ്യത്തിന്റെ അകത്തുള്ള ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നം കാരണത്താലും വല്ലാത്ത രീതിയിൽ ഒടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനുള്ളത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ ഇതിനെ മൊത്തത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ സൈനിക സംവിധാനത്തിന് ഇപ്പോൾ സാധിക്കില്ല എന്ന് ഉറപ്പാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിന് നൽകുന്ന സഹായങ്ങളൊക്കെ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നോക്കുക ഒരുപാട് എണ്ണൽ സംഖ്യകൾ കുറഞ്ഞിരിക്കുന്നു. അമേരിക്ക പോലും ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വലിയ നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നവംബർ മാസത്തിൽ അമേരിക്കയിൽ വലിയൊരു തെരഞ്ഞെടുപ്പ് വരുന്നതിനോടനുബന്ധിച്ച് ഇനിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് താങ്ങാൻ പറ്റാത്തതാണ്. കാര്യമെന്ന് പറയുന്നത് ജോ ബൈഡന് പിന്തുണക്കുന്ന വിഭാഗത്തിന്
ബൈഡന് അവിടെ ജയിച്ചു കയറുക എന്നുള്ളത് അവരുടെ അഭിമാന പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. ട്രംപിനെ തോൽപ്പിക്കുക എന്നുള്ള അനിവാര്യമാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിക്കുക എന്നുള്ള അനിവാര്യമാണ്. ഇങ്ങനത്തെ ഒരുപാട് രാഷ്ട്രീയ പ്രതിസന്ധി അമേരിക്കയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയത്തിന് വേണ്ടിയുള്ള ശ്രമത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള സഹായങ്ങൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നതിനാൽ ഈ യുദ്ധത്തിൽ ഇറാൻ ഇടപെടുകയാണെങ്കിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ 100% പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ അവർക്കും ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ലബനാനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അനിവാര്യമില്ല, അല്ലെങ്കിൽ വേണോ വേണ്ടേ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് സാധിക്കാതെ പോകുന്നത് എന്നുകൂടി ഈ വിഷയത്തിൽ നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.